റഷാസ് വൈബ്സിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഗോതമ്പ് പൊടി കൊണ്ട് തയ്യാറാക്കാൻ പറ്റിയിട്ടുള്ള അടിപൊളി ഒരു ടേസ്റ്റി ആയിട്ടുള്ളൊരു ഐറ്റമാണ് കേട്ടോ. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ കണ്ട ശേഷം ലൈക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ആദ്യം തന്നെ ഞാനിതാ 1 കപ്പ് ഗോതമ്പ് പൊടിയാണ് എടുത്തിട്ടുള്ളത്. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ചപ്പാത്തിയൊക്കെ കുഴയ്ക്കുന്ന പോലെ തന്നെ വെള്ളം ഒഴിച്ചിട്ട്, ഞാൻ പച്ചവെള്ളം ഒഴിച്ചിട്ടാണ് കേട്ടോ കുഴയ്ക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ ചൂടുള്ള വെള്ളം ഒഴിച്ചിട്ടും കുഴയ്ക്കാം. അപ്പോൾ കുറേശ്ശെ നന്നായിട്ട് കുഴച്ചെടുക്കുകയാണ് കേട്ടോ. അധികം വെള്ളമാവാൻ പാടില്ല. അപ്പോൾ ഇത് നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം കേട്ടോ. കുറച്ച് ഓയിലൊന്ന് മുകളിലൊന്ന് തടവിയതിന് ശേഷം അടച്ച് വെച്ചിട്ട് ഒരു 10 മിനിറ്റ് വേണമെങ്കിൽ റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അപ്പോൾ നല്ല സോഫ്റ്റായി കിട്ടും. ആ സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കുറച്ച് ഐറ്റംസും കൂടിയും റെഡിയാക്കി എടുക്കാനുണ്ട്. ഞാനിവിടെ ഒരു മീഡിയം സൈസ് സവോളയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. അത് ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് വേണ്ടത് വെളുത്തുള്ളി ഇഞ്ചിയാണ് കേട്ടോ. അപ്പോൾ ഒരു 4-5 അല്ലി വെളുത്തുള്ളിയും കുറച്ചൊരു ചെറിയ കഷ്ണം ഇഞ്ചിയും എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് ഇങ്ങനെ കഷ്ണാക്കിയിട്ട് എടുക്കുന്നുണ്ട്. ഇനി നമ്മൾ നേരത്തെ റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടുള്ള മാവുണ്ടല്ലോ, ഗോതമ്പ് പൊടി കൊണ്ടുള്ള മാവ്, അത് 2 പീസാക്കി മാറ്റുക കേട്ടോ. എന്നിട്ട് അതിലത്തെ ഒരു പകുതി എടുത്തിട്ട് നന്നായിട്ട് ഇങ്ങനെ ചപ്പാത്തി പരത്തുന്ന പോലെ പരത്തിയെടുക്കുക. കുറേശ്ശെ പൊടി വെതറിയിട്ട് വേണം കേട്ടോ ഇത് പരത്തിയെടുക്കാനായിട്ട്. നല്ല കട്ടിയിൽ പരത്തിയെടുക്കരുത്, അതുപോലെ തന്നെ കട്ടി നല്ല കുറച്ചും പരത്തിയെടുക്കരുത് കേട്ടോ. ഒരു മീഡിയം ലെവലിലേക്ക് ഇതാ പരത്തിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇങ്ങനെ നീളത്തിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ആദ്യം ഇങ്ങനെ നീളത്തിൽ പീസുകളാക്കിയിട്ട് മുറിച്ച ശേഷം നമുക്കിങ്ങനെ ചെറിയ പീസുകളാക്കിയിട്ട് കനം കുറച്ചിട്ട് ഇങ്ങനെ മുറിച്ചെടുക്കാം. അപ്പോൾ എല്ലാം ഇതേപോലെ മുറിച്ചെടുക്കുക. ഇനി മുറിക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് കത്രികയൊക്കെ വെച്ചിട്ട് മുറിക്കാം കേട്ടോ. കത്തി കൊണ്ട് ബുദ്ധിമുട്ടാണെങ്കിൽ. ഇനി കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വേണ്ടിയിട്ട് വെക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നൂല് പോലെ കേട്ടോ പരത്തി അങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി വെള്ളം തിളയ്ക്കുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. കുറച്ച് ഓയിലും ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ഒരു ചപ്പാത്തി മാവിൻ്റെ പീസസ് ഉണ്ടല്ലോ, അത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്നൊരു 5 മിനിറ്റ് വേവിച്ചെടുത്താൽ മതി കേട്ടോ. ഹൈ ഫ്ലെയിമിൽ വേവിച്ചെടുക്കുക. ആ ടൈമിൽ ഞാൻ വേറൊരു കടായി വെച്ചിട്ടുണ്ട് കേട്ടോ. അടുത്ത സ്റ്റവിൽ തന്നെ അതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കുക. നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സബോള, അതുപോലെ തന്നെ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ ഉണ്ടല്ലോ, അതെല്ലാം നന്നായിട്ടൊന്നിങ്ങനെ വഴറ്റിയെടുക്കുക. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് വഴണ്ട് വരട്ടെ കേട്ടോ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള മസാലകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ വേവിക്കാൻ വെച്ചത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതൊരു സ്റ്റെയിനറിൽ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ഇതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് ഇതേപോലെ ഗ്രേറ്റ് ചെയ്തതും ഒരു തക്കാളി മിക്സിയിൽ അടിച്ചെടുത്തതും ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഒന്നിങ്ങനെ വെന്ത് വന്നിട്ടുണ്ടെങ്കിൽ ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമ്മുടെ മസാല ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ആ ഒരു ചപ്പാത്തിയുടെ പീസസൊക്കെ ഇതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചപ്പാത്തി നൂഡിൽസ് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നമുക്ക് സ്നാക്കായിട്ടും അതുപോലെ തന്നെ ബ്രേക്ക്ഫാസ്റ്റിനും ഡിന്നറിനും ഒക്കെ കഴിക്കാൻ പറ്റിയിട്ടുള്ള നല്ല അടിപൊളി ഒരു ചപ്പാത്തി നൂഡിൽസാണിത്. വളരെ എളുപ്പമാണ് ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക. അതുപോലെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. സൈഡിലുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്തിട്ട് ഓൾ അമർത്തുക കേട്ടോ. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിൽ അറിയിക്കുക. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.